ഹലോ ഗൈസ്, ഞങ്ങളുടെ വെക്കേഷൻ തുടങ്ങി. നമ്മൾ വെക്കേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന സ്ഥലങ്ങൾ വേറെയായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമുക്ക് മാൻഡറിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഈ പ്രാവശ്യത്തെ വെക്കേഷൻ മാൻഡറിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു 10-45 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ മാൻഡറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ എത്തുന്നത് തന്നെ ഞാൻ 1 മണിക്ക് ചേനോട് പറഞ്ഞു യാത്രാവ് നമുക്ക് മാൻഡറി പോകാന്ന് പറഞ്ഞു. കൃത്യം 3 മണിയായപ്പോൾ ഞങ്ങൾ യാത്രയായി, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി. ഒരു മണിക്കൂർ, ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കണു. സമയം ഇപ്പോൾ 4:37. 45 ആകുമ്പോൾ പ്ലാസ ലിപ്സ്റ്റിക്കേര് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ്. ഞങ്ങളുടെ ബാഗേജൊക്കെ കയ്യിലുണ്ട്. കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾ മാൻഡറിൽ നിൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് പോരും. ചായനാണെങ്കിലും ഭയങ്കര ടയേർഡാണ്, എനിക്കാണെങ്കിൽ തലവേദന. അറിയില്ല ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മൾ പ്ലാസ ലിപ്സ്റ്റിക് എത്തിക്കഴിഞ്ഞു. നീണ്ട 49 മിനിറ്റുള്ള യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ പ്ലാസ ലിപ്സ്റ്റിക്കയിൽ എത്തിയത്. അതായത് ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. തൊളേതോന്ന് മാൻഡ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പ്ലാസ ലിപ്സ്റ്റിക്കയിലാണ് നമ്മൾ വന്നിറങ്ങുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റേഷൻ. പ്ലാസ ലിപ്സ്റ്റിക്കയിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു കടയിൽ ഞാൻ കയറാറുണ്ട് കേട്ടോ. വേറെ ഒരു കടയിലും കിട്ടാത്തത്ര നല്ല പലഹാരങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇപ്പം ഈ ചായനും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. എന്നാൽ നമുക്ക് വൈകിപ്പിക്കണ്ട, കഴിച്ചു തുടങ്ങിയാലോ. ഞാൻ ചുമ പിടിച്ചേക്കാണ്. ഞങ്ങളൊരു കഫേ മേടിച്ചു. അതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ടൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് തന്നു. 2 ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഞാൻ എന്ന് ഇവിടെ വന്നാലും ഞാൻ കഴിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ പേര് എസ്പിനാച്ചെ അങ്ങനെ കണ്ടാണ്. പിന്നെ ഒരു കോഫി, 2 ഷുഗർ ആൻഡ് ഇതിൻ്റെ പേര് പപ്പാന്ന് എങ്ങാണ്ടാണ്. കാരണം അവർ പപ്പാന്നാ പറയണേ കേട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് എന്താ പിക്കാന്തെ സോസാണ്. അതായത് ഭയങ്കര എരിവുള്ള സോസാണ്. ഇതിൻ്റെ ഉള്ളിൽ ചോറും എന്തോ സംഭവങ്ങളൊക്കെ നിറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിച്ചു നോക്കാം അല്ലേ ചാ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുഗിയനില്ലേ, സുഗിയൻ്റെ ഉള്ളിൽ കുറച്ച് ചോറും പിന്നെ എന്തൊക്കെയോ ഇറച്ചികളും എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചേക്കെന്നാണ് ഇച്ചൻ കഴിക്കണത്. ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അഭിപ്രായങ്ങളൊന്നും പറയല്ല. പിന്നെ ഞാനിവിടെ മാൻഡറിൽ വന്ന് ഞാൻ എപ്പോഴും മേടിക്കേണ്ട സംഭവം കേട്ടോ. എന്താ എസ്പിനാച്ചോ. ഇതിൻ്റെ ഉള്ളിൽ പീനട്സാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നാട്ടിലെ പപ്സിന് എനിക്ക് ഓർമ്മ വരും ഈ സാധനം കഴിക്കുമ്പോൾ. ഇതിൻ്റെ ഒരു സോസ് വന്നിട്ടുണ്ട്. മൊത്തം 8 യൂറോ ആയി. സാൻസാദെ ആക്കി ഭയങ്കര എരിവ. അണ്ടകടാകം വരെ എരിഞ്ഞു പോണ സോസ്. ഉരുളക്കിഴങ്ങിന്റെ പോളാക്കിട്ട് വറുത്തേക്കണതാ. എന്ത് സോസൊക്കെ മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ കാന്താരിമുളകില്ലേ, അതൊക്കെ ഇട്ട് മിക്സ് ചെയ്തേക്കണം. നല്ല എരിവുള്ള മുളകിട്ട് മിക്സ് ചെയ്തേക്കണ സോസ്. പ്ലാസ ലിപ്സ്റ്റിക്ക് പോവാണെങ്കിൽ
ലിപ്സ്റ്റിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് കിട്ടും. ഞങ്ങളുടെ വയറ് നിറഞ്ഞു അല്ലേ? വയറ് നിറഞ്ഞില്ലേ? കാണുമ്പോൾ വയറ് നിറഞ്ഞിട്ടില്ല തോന്നും, കുഞ്ഞു ഫുഡാന്നൊക്കെ തോന്നും. പക്ഷെ കഴിച്ചു കഴിയുമ്പോഴേക്കും വയറൊരു ഫുള്ളാവും. നല്ല ഫുഡാണ്, ഭയങ്കര ടൈപ്പാണ്. ചായക്ക് അതെനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ ഈ ചായന് കൈമാറാണ്. ചായ ഭയങ്കര കൈപ്പുണ്ട്. വയറിൻ്റെ കാളൽ മാറി നമ്മുടെ ഫുഡ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബായ്.